അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ എല്ലാ അമ്മമാരുടെയും അഗ്നി എത്തിയെന്ന് വിചാരിക്കുന്നു. നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. മറ്റു പ്രത്യേക അറിയിപ്പ്, ഈ അരിയുടെ വേവ് നോക്കിയിട്ട് മറ്റുള്ള സാമഗ്രി ഇടാവുന്നതാണ്. എല്ലാം കൽക്കണ്ടം, മുന്തിരി, തേങ്ങ തിരവിയത്, അതുപോലെ തന്നെ ഏലക്ക മുതലായവ കൊണ്ടാണ്. പൊങ്കാലക്കളത്തിൽ പൊങ്കാല തിളച്ചു തൂവുമ്പോൾ എല്ലാ അമ്മമാർക്കും കുരവ ഇടാവുന്നതാണ്. പൂർണ്ണമായ ഭക്തിയോടെ സമാധാനത്തോടെ ഐശ്വര്യം കൈവരുവാൻ വേണ്ടി അമ്മയ്ക്ക് പൂർണ്ണമായും നമ്മൾ അർപ്പിക്കുന്നു. അരി, വെല്ലം, കൽക്കണ്ടം, മുന്തിരി, അതുപോലെ ഏലക്ക ചേർവിയത് നിങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കാൻ കൊണ്ടുവന്ന എന്തും ഇത് പൂർണ്ണമായ സമർപ്പണമാണ്. ഇന്നത് മാത്രമേ സമർപ്പിക്കാവൂ എന്നില്ല. നമ്മുടെ മനസ്സ് നിറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് അർപ്പിക്കുന്ന എന്തും പൊങ്കാല സമർപ്പണമാണ്. പൊങ്കാല സമർപ്പണത്തിൽ പായസം എന്നുള്ള തിളച്ചു തൂവി അത് ക്രമമായ ശേഷം ഇവിടെ അതിൽ പുണ്യാഹം തളിക്കുന്നുണ്ടാവും. പുണ്യാഹം തളിച്ച് നിവേദിച്ച ശേഷം മാത്രമേ നിങ്ങൾ അടുപ്പിൽ നിന്ന് അത് മാറ്റുവാൻ പാടുള്ളൂ. എല്ലാം തിളച്ചു തൂവി ശരിയായ ശേഷം കർപ്പൂരം കത്തിച്ച് അത് ഒഴിയേണ്ടതുണ്ട്. പൊങ്കാല ചെലവും പൊങ്കാല അടുപ്പും ചന്ദനത്തിരി നിങ്ങളെ ചന്ദനത്തിരി കത്തിച്ച് ഒഴിഞ്ഞ് അമ്മയ്ക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അവരുടെ കുടങ്ങളുമായി പൊങ്കാല കലങ്ങളും ലൈനായി പോവേണ്ടതാണ്. അഗ്രശാലയിലേക്ക് പോവുക. അവിടെയുള്ള പാത്രത്തിൽ നിങ്ങൾ പൂർണ്ണമായും ഒഴിക്കേണ്ടതില്ല. അവിടെ വാളണ്ടിയേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് വേണം വീട്ടിൽ കൊണ്ടുപോകാവുന്നതാണ്. ലൈനായിട്ട് പോവുക.